കർമ്മഫലം പോവാതെ അതെ ഇതിൽ നിങ്ങൾ ഇവിടുന്ന് മുക്തി നേടൂല, മോക്ഷം നേടൂല. അതെ, അന്ധമായ വിശ്വാസം നമ്മളെ ചവിട്ടി ചളിയിൽ താഴ്ത്തും. ഞാൻ നിങ്ങളെ ചളിയിൽ കിടക്കുന്ന താഴ്ന്ന് കിടക്കുന്ന നിങ്ങളെ കൈപിടിച്ച് പൊക്കിയിട്ട് പ്രപഞ്ചനാഥനാക്കി തീർക്കുന്ന പണിയില്ല. ആത്മാവുണ്ടോ? ഈശ പ്രപഞ്ചനാഥനുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ ചളിയിൽ പോകുന്നത്? എന്തിനാ സമയം ദോഷമാക്കണം? നിധി നമ്മളിൽ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മളിൽ തന്നെ ഉണ്ട്. യാഥാർത്ഥ്യം നിധിനെക്കാട്ടി വലുതാണ് പരമാത്മാവായ ഈശ്വരൻ, പ്രപഞ്ചത്തിന്റെ നാഥ. നിധി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർണ്ണക്കട്ടിയോ ഒരു വലിയ ഉരുളിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നല്ല. ഈ പ്രപഞ്ചം നിറയെ, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് നമ്മൾ. ആ സൂര്യൻ, ഈ മനസ്സ്, ആ സൂര്യൻ അല്ലേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെല്ലാം നടത്തിപ്പോൾ. അതാണ് ബീജമായി വന്ന ഈ മനസ്സ്. ഈ ബീജമായി ഭൂമിയിലേക്ക് അറിയുമെന്ന് ഈ സ്വരൂപം പെടുത്ത മനസ്സാണ് സൂര്യനാണ്. ഈ ആ സൂര്യന്റെ അർണരീശ്വരനായ ശിവനും ഇലാഹിന്റെ ചെറു പതിപ്പാണിത്. പ്രപഞ്ചത്തിന്റെ ചെറു പതിപ്പാണ്, ചെറു പ്രപഞ്ചമാണിത്. ഇത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചവും പ്രപഞ്ചനാഥനും ഇതിൽ തന്നെയാണ് സൃഷ്ടാവും. ഈ നമ്മളിൽ ആത്മാവ് പ്രവേശിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചിരുന്നവരുണ്ട്. പിന്നെ ഞാനില്ല, ഈ ഗുണവാനില്ല. അപ്പൊ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന പോലെ ആ സൂര്യനിലൂടെ പരമാത്മാവ് പ്രവേശിച്ചില്ലെങ്കിൽ സൂര്യൻ കിട്ടുപോകും. പിന്നെ പ്രപഞ്ചം തന്നെ ലോകം തന്നെ. അപ്പൊ പരമാത്മാവ് ശിവ സ്വരൂപത്തെയാണ് ശിവനെന്നും ഇലാഹെന്നും പറഞ്ഞു. ആ സ്വരൂപത്തിന്റെ ആത്മാവിനെയാണ് ശിവശക്തി എന്ന് പറഞ്ഞു. ആത്മാവില്ലെങ്കിൽ ശക്തിയില്ല, പിന്നൊന്നുമില്ല. ആ ആത്മാവ് ഞാൻ ആത്മാവ് ഉണ്ടായിരിക്കുന്നു. ആത്മാവാണ് ശക്തി, എല്ലാ ശക്തി നമ്മളിൽ ഓരോരുത്തരിലും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് സമയം മോശം, ടൈമായിട്ടില്ലേ, ടൈമാവാൻ കാത്തിക്കുന്നു. ചില സിദ്ധന്മാരെടുത്തും ശേഖന്മാരെടുത്തും സ്വാമിമാരെടുത്തും പോയ ചിലവർ ശരിയായില്ല, സമയമായില്ല, മറ്റായില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോശപ്പെട്ട സമയമാണെന്നൊക്കെ. നിങ്ങൾ അജ്ഞരും മോശപ്പെട്ടവനാ, അവനെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനടുത്ത് പോകുന്നത് അല്ലേ? അപ്പൊ അവന്റെ മോശത്തരം ആ ആപത്തിന് സമയം ആക്കി തീർക്കുകയും ചെയ്യലാണ് നമ്മുടെ പണി. പിന്നെ ഇവിടെ എത്തിയാൽ സമയം ആയിരിക്കുന്നു. നമ്മൾ അവനെ പ്രകാശമാക്കി തീർക്കാൻ ശ്രമിക്കുക. അവനെ വേണമെങ്കിൽ അവൻ അതിനെ വേണ്ടി ശ്രമിച്ചോളാം, അല്ലെങ്കിൽ അവനക്ക് പോവാം. അവനക്ക് വേണ്ടിയേ പോവാന്നല്ലാതെ നമ്മൾ അവനെ തട്ടിക്കളയും.